ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഫാമിലി മെമ്പറായിട്ടുള്ള വളരെ ലവിങ് ആയിട്ടുള്ള സ്മോക്കിയുമായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്മോക്കി ഇപ്പോൾ ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സ്മോക്കി അതിൻ്റെ ഇടയിലേക്ക് ചാടിക്കയറി വന്നു. നമ്മൾ എവിടെ ഇരുന്നാലും അതിനെ ചുറ്റിപ്പറ്റി സ്മോക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സ്മോക്കിയെ നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ, എൻ്റെ മോള് പഠിക്കുന്ന പിന്നെ +1 പഠിക്കുകയാണ് എൻ്റെ മകൾ. അപ്പോൾ അതിൻ്റെ അടുത്ത് അവളുടെ തന്നെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ വീടിൻ്റെ അടുത്ത് ഒരു വീട്ടിലാണ് ഈ സ്മോക്കിയുടെ അമ്മ ഉള്ളത്. അവിടെ 3-4 ഇതുപോലത്തെ കുഞ്ഞുങ്ങളുള്ളപ്പോൾ അവളാണ് പറഞ്ഞത്, അവളുടെ വീട്ടിൽ എൻ്റെ മോളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ ധാരാളം 2 പൂച്ചകൾ ഇതുപോലത്തെ ഉണ്ട്. അപ്പോൾ സെമി പഞ്ച് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ക്യാറ്റാണിത്, പേർഷ്യൻ ക്യാറ്റ്സിൽ തന്നെ. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇതൊരു ഫീമെയിൽ ക്യാറ്റാണ് സ്മോക്കി. അപ്പോൾ ഇവളുടെ ഈ കളറും ഇതെല്ലാം വെച്ചാണ് ഞങ്ങൾ സ്മോക്കി എന്നുള്ള പേര് നമ്മൾ ഇവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ സ്മോക്കി. അപ്പോൾ ഇവളുടെ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഷോർട്സിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ വന്നപ്പോൾ ഒട്ടും ഫ്രണ്ട്ലി അല്ലായിരുന്നു. അപ്പോൾ ആ മോളുടെ കൂട്ടുകാരിയുടെ വീടിനടുത്ത് നിന്നാണ് നമുക്ക് സ്മോക്കിയെ കിട്ടിയത്. വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ നമ്മൾ കൊണ്ടുവന്നതാണ്. ഏകദേശം ഒരു 10-15 ദിവസത്തോളമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ സ്മോക്കി ജനിച്ച്. അപ്പോഴാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവൾ നമ്മുടെ വീട്ടിലെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. ഇതല്ലാതെ ക്യാൻറ്റി നമുക്കുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും നമ്മളടുത്ത് എപ്പോഴും വന്ന് ഇങ്ങനെ ഇരിക്കണം, കളിക്കണം, അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഒരുപാട് സമയം നമ്മുടെ കയ്യിലങ്ങനെ സ്മോക്കി ഇരിക്കാറില്ല. കുറച്ചൊക്കെ ഇരിക്കും, അത് കഴിയുമ്പോൾ വീണ്ടും ഓടി നടക്കണം എപ്പോഴും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും സ്മോക്കിക്കുണ്ട്. അപ്പോൾ സ്മോക്കി വന്ന് ഇപ്പോൾ ഒരു 3 മാസത്തോളം ആവുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സ്മോക്കിയെക്കുറിച്ച് ഇന്ന് പറയാമെന്ന് വിചാരിച്ചത്. പെറ്റ്സ് എപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മൾ ഈ പെറ്റ്സിനെ കാണുമ്പോൾ മറക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻസായിട്ട് അറിയിക്കണേ. അപ്പോൾ ഞാനും ഇതുപോലെ പെറ്റ്സിൻ്റെ വീഡിയോസ് ധാരാളം കാണാറുണ്ട്. ഒത്തിരി പെറ്റ്സിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. അതിൽ ചിത്ര മാമിൻ്റെ ഒരു പെറ്റുണ്ട്, പൊന്നു എന്ന് പറഞ്ഞ്. അത് ഞാൻ എപ്പോഴും കാണും, ഡോഗാണ്. അപ്പോൾ ചിത്ര മാം ആ പൊന്നുവിനെ നോക്കുന്നത് ആ വീഡിയോയിൽ കൂടെ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ആർക്കും അതുപോലെ നോക്കാൻ കഴിയുമെന്ന് എനിക്ക് നോക്കുന്നവരുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ട് ചിത്ര മാം നോക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഫാമിലി മെമ്പറിനേക്കാൾ എബൗവിലാണ് പൊന്നുവിൻ്റെ പ്ലേസ് കൊടുക്കുന്നത്. അത്ര നീറ്റോടുകൂടി, അത്ര ക്യൂട്ട്നെസ്സോടുകൂടി പൊന്നുവിനെ ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നു എന്നുള്ളത് എനിക്ക് ആ മാമിനൊരു ബിഗ് സല്യൂട്ട് ഞാൻ എൻ്റെ വ്ളോഗ്സ് വഴി പറയുകയാണ്. അപ്പോൾ ചിത്ര വ്ളോഗ്സ് എന്നാണ്, കാണുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിതിവിടെ പറഞ്ഞത് പെറ്റ്സിനോടുള്ള മാമിൻ്റെ ലവിനെ കുറിച്ച് പറയാനാണ്. അതായത് കെയർ, എല്ലാവരും കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ മാം ചെയ്യുന്ന ആ ഒരു കെയറൊക്കെ കാണുമ്പം എനിക്ക് ഞാൻ തന്നെ അത്രയും കെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവും. ശരിക്കും പെറ്റ്സൊക്കെ ഉള്ളവർ അത്രയും തന്നെ കെയർ ചെയ്താൽ മാത്രമേ അവർ ആ ഒരു ബ്യൂട്ടിയോട് കൂടിയും ഹാപ്പിനെസ്സോട് കൂടിയും നമ്മളോടൊപ്പം ഇരിക്കുകയുള്ളൂ. ഒരു ആവേശത്തിന് പോയി പെറ്റ്സിനെ വാങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും കെയർ ചെയ്യാനും ഉള്ള മനസ്സ് അവരുടെ ഒരു എല്ലാ കാലഘട്ടത്തിലും, അതായത് അവർക്ക് കുറച്ച് പ്രായമാകുമ്പോൾ അവരെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുക എന്നുള്ളതൊരു നല്ല രീതിയല്ല. നമുക്കൊപ്പം അവരെയും നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മളൊരു പെറ്റ്സിനെ വളർത്താവൂ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.